ഹലോ ചേച്ചി, ഞാൻ ചേട്ടന് 50,000 രൂപ കൊടുക്കാറുണ്ട്. പിന്നെ അതെങ്ങോട്ട് കൊണ്ടുവരണം? കുളത്തൂപ്പുഴ. ഏത് പുഴയെന്ന് ചേച്ചി? എടാ KLE. ഞാൻ പുഴ കേട്ടാ? ആ, ഞാൻ പിന്നെ ആ പുഴയിലെങ്കിൽ ഒഴുക്കി വിറേ. ഇതുവഴി വരുവാണെങ്കിൽ ഞാൻ എടുത്തോളാം. അയ്യോ, ആ മുതുകാലൻ വായും പൊളിച്ചിപ്പ വരും ഫുഡേന്ന് പറഞ്ഞിട്ട് മുടിഞ്ഞ വാ നിറച്ച ആഹാരം തരണേന്ന് പ്രാർത്ഥിച്ചത്. എന്തുവാ കഴിക്കാൻ? ചപ്പാത്തിയും ചിക്കൻ കറിയും. ചിക്കൻ കറി മുളകരച്ച് വെക്കണ തേങ്ങ അരച്ച് വെക്കണം? ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, നിങ്ങൾ സാധാരണ എങ്ങനെ ഉണ്ടാക്കുന്നത്? വെള്ളി മുളക്. ഇതുപോലൊരു മടിച്ച് ഭാര്യയെ കിട്ടിക്കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ ഭർത്താക്കന്മാരുടെ അവസ്ഥ ഇത് തന്നെ ആയിരിക്കും. ഓ, ഈ സന്ധ്യാസമയത്ത് ഇങ്ങനെ കിടന്നുറങ്ങുന്നോടാടി നീ ഇങ്ങനെ വഴിതെറ്റി പോന്നത്. അതെ, വഴി തെറ്റിയാലും ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ടങ്ങ് വീട്ടിൽ വന്നോളാം. മോളെ, ലോകത്തെ ഏറ്റവും വലിയ മടിച്ചുകൊള്ളൊരു അവാർഡ് ഉണ്ടെങ്കിലേ ഞാൻ അത് നിനക്ക് വാങ്ങിച്ചു തരാം കേട്ടാ. ഇനി ആ അവാർഡ് കിട്ടുന്നതിന് ഞാൻ എന്റെ പേര് എഴുതേണ്ടി വരും. ഒരു പേരെഴുതാനും മടിയാണ്. കഴിഞ്ഞ ദിവസം ഉറക്കപ്പിച്ച് എണീച്ച് വന്നൊരു ബ്രെഡ് എടുത്ത് വെച്ചിട്ട് അതിന്റെ മേളിൽ പേസ്റ്റ് തേച്ച് അതങ്ങ് കഴിച്ച്, എന്നിട്ട് പറയുക ബ്രേക്ക്ഫാസ്റ്റും പല്ലിയപ്പും കഴിഞ്ഞെന്ന്. എടീ മോളെ, നീയേ വിനോദപരമായ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ നിന്റെ ഈ മടിയൊക്കെ അങ്ങ് മാറും. നമ്മുടെ ആ പാട്ട് ബുക്ക് എന്ത് ചെയ്യേ? ഈ പാട്ടൊന്ന് പാടിക്കേ. മഞ്ഞിലയിൽ മുങ്ങി തപ്പി നിന്നെ വെട്ടി താത്ത് നിന്നെ കത്തിച്ചിട്ടുണ്ടല്ലടി. ഓ, ഒരു പാട്ട് പാടാനും മടിയാടേ. ഞാനത് ഫീൽ ചെയ്ത് പാടിയതല്ലേ. അതുകൊണ്ടായിരിക്കും മുങ്ങി തപ്പിയപ്പോ ഒരു ക്ഷീണം. നിങ്ങൾ അറിഞ്ഞോ, അപ്പുറത്തെ വീട്ടിലെ സുധാകരനില്ലേ, പുള്ളിയുടെ ഭാര്യയെ ചുറ്റിയൊക്കെ അടിച്ച് കൊന്നെന്ന്. കള്ളപ്പന്നി. ഞാൻ അവന്റെ അടുത്ത് ആ ചുറ്റിക ഒരാവശ്യത്തിന് ചോദിച്ചപ്പോ അവൻ തന്നില്ലടി. അവൻ പറയുവാ അവന് വേറൊരാവശ്യത്തിന് ആ ചുറ്റിക അവിടെ വേണോന്ന്. ഇപ്പോഴല്ലേ ആ ചുറ്റിക എന്തിനാന്ന് മനസ്സിലായത്. അങ്ങേറെ ആവശ്യം അവിടെ നിക്കട്ടെ. അപ്പൊ നിങ്ങളുടെ ആവശ്യം എന്നെ കൊന്ന് എന്റെ സ്വത്തുക്കളെല്ലാം തട്ടിയെടുക്കണം. അവളെ സ്വത്ത് എടി, വൈകിട്ട് 6 മണി കഴിഞ്ഞാ നിന്റെ വീട്ടിലെ പശുവും നിന്റെ അച്ഛനും കൂടെ അടിയല്ലേടി. എന്തിന്? ആദ്യം ആരാ തൊഴുത്തി കയറി കിടക്കുമെന്ന് പറഞ്ഞോണ്ട്. ഉറങ്ങ്. കഴിഞ്ഞ ദിവസമേ നീ ഒരു മലമ്പാമ്പിനെ കെട്ടിപ്പിടിച്ചാ കിടന്നുറങ്ങിയത്. അയ്യോ, ഞാൻ കരുതി അത് ടെഡി ബിയർ ആണെന്ന്. അതിന് വിശക്കാഞ്ഞ ഭാഗ്യം കേട്ടാ, ആ ടെഡി ബിയർ നിന്നെ പിടിച്ചങ്ങ് വിഴുങ്ങിയാനാ. നിങ്ങളെ കാട്ടി വേദം ആ പാമ്പ് തന്നെ. പിന്നെ നിന്റെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, മറ്റേ ശീതള, അവളെനിക്കൊരു റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട് കേട്ടാ. അക്സെപ്റ്റ് ചെയ്യണോ? ഇതൊക്കെ എന്നോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അക്സെപ്റ്റ് ചെയ്യ്. ഇത്രയും സ്നേഹമുള്ളൊരു ഭാര്യ. നിങ്ങളുടെ ഫ്രണ്ട് രമേശും സുരേഷും ഗിരീഷും ഒക്കെ എനിക്കും റിക്വസ്റ്റ് അയക്കാറുണ്ട്. പെണ്ടികള് ഞാൻ ഫോളോ ചെയ്യുന്നില്ല പോരെ. അങ്ങനെ പറയരുത്, നിങ്ങൾ ഫോളോ ചെയ്യണം. വേണ്ടെന്ന്. എനിക്ക് എന്ത് മനുഷ്യ കുഴപ്പം? എന്നെ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? അയ്യോ, സന്തോഷമായി. ആ കുക്കറിൽ വിസിലടിച്ചല്ല, ചിക്കൻ വെന്തോ എന്തോ. ആ കട്ടിൽ ഓടിച്ചിട്ടല്ലേ. ഇതൊടിയണം. ഒന്ന് നോക്കുവോ? ആ ബെഡ് എന്തിനടി ആ ബാത്റൂമിന്റെ സൈഡിൽ കൊണ്ടിട്ടത്? ഇനി തൊട്ട് ഞാൻ ഇനി അവിടെ കിടക്കുന്നത്. എന്തിന്? ഇനി എന്തെങ്കിലും എമർജൻസി വന്നാലേ എളുപ്പം പോവാലോ. ഓ, എന്റെ ബുദ്ധിമതിയേ. എന്റെ ബുദ്ധിക്ക് എന്തോന്നൊരു കുറവ്. നിന്റെ ബുദ്ധി ഹണിമൂണിന് പോയപ്പോ ഞാൻ എന്തുവാടി നിന്റെ അടുത്ത് പറഞ്ഞത്? വീട്ടില് കള്ളന്മാര് കേറും, അതുകൊണ്ട് വീട്ടിൽ ആളുണ്ടെന്ന് അറിയിക്കുന്ന എന്തെങ്കിലും ചെയ്യണോന്ന്. അതിന് വീടിന്റെ മുൻവാതിലും തുറന്നിട്ടാണ് നീ വന്നത്. അതാണ് നിന്റെ ബുദ്ധി. നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. എവിടെ പോയി? അതെ, എന്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പം ഒരു മുണ്ട് നിക്കറും എടുത്തോണ്ട് വരാൻ പറഞ്ഞതിന് നിങ്ങൾ അത് രണ്ടും കൂടെ എടുത്ത് ഇട്ടോണ്ടാണ് വന്നത്. എഴി, എനിക്ക് ചുമക്കാൻ വയ്യായിരുന്നടേ. പിന്നെ ഇട്ടോണ്ട് വന്നെങ്കിൽ എന്ത്? സമയപ്പ ഊരിക്കൊടുത്തല്ലോ. നിങ്ങൾ ഊരിക്കൊടുത്ത് എന്നിട്ട് അവിടെ കിടന്ന ഒരു പച്ച പുതപ്പ് എടുത്ത് പുതച്ചോണ്ട് ഞാൻ നോക്കിയപ്പോ ആ പേവാടി കൂടെ ഒരു പച്ചക്കുതിര ഓടുന്നു. ഞാൻ ആ പുതപ്പും പുതച്ചോണ്ട് ഓടിയപ്പോഴേ ആ ഷീറ്റ് ഒരു കഥവിലും കൊളുത്തിയടാ. ഭാഗ്യത്തിന് ഞാൻ അറിഞ്ഞില്ല കേട്ടാ. നിങ്ങളെ ഉള്ളറിയാൻ ഞാൻ, ബാക്കി സകലരും അതറിഞ്ഞ്. എന്തോ ഒരു ശബ്ദം കേട്ടോ? ഓ, ഈ കള്ളന്മാരെ കൊണ്ട് തോറ്റല്ലേ. കുറച്ചുകൂടെ. എവിടെടി? കുറച്ചുകൂടെ. എവിടാ? 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനി വന്നാ അതിങ്ങ. ആഹാ, നിന്നെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെടി. അവിടെയും കിടന്നുറങ്ങുന്ന എടി, എണീരടി അങ്ങോട്ട്. നിന്റെ ഈ ഉറക്കം കാരണമാണ് നമ്മുടെ കല്യാണം വരെ കഴിഞ്ഞത്. ഓർമ്മയുണ്ടാ? പിന്നെ
എന്റെ വീട്ടിലെ പാരാച്ചിന് നീ വന്നിട്ട് ബിരിയാണി കഴിച്ചിട്ടേ ക്ഷീണോന്ന് പറഞ്ഞ് എന്റെ റൂമിൽ എന്റെ അടുത്ത് വന്ന് കയറി കിടന്ന് ഉറങ്ങിയേക്കുന്നു. എന്തായാലും ഉറക്കം എണീച്ചപ്പോഴത്തേക്കും കെട്ട് കഴിഞ്ഞു. നിനക്ക് ഇത്ര മടിയായിരുന്നെങ്കിലേ പിന്നെ നീ എന്തേടി കല്യാണം കഴിച്ചത്? സത്യം പറഞ്ഞ ചേട്ടാ, കയ്യൊക്കെ മരവിക്കുന്നു. പറ. നീങ്ങ്. ഇങ്ങോട്ടല്ല, അങ്ങോട്ട്. എങ്ങോട്ട് വേണേലും ഞാൻ നീങ്ങ. എനിക്ക് ഈ കട്ടിൽ അങ്ങ് ഇഷ്ടപ്പെട്ടു. നിന്നെ കൊണ്ട് ഈ കട്ടിൽ ഞാൻ അടിച്ചോടിക്കൂടി. എന്നെ എന്ത് വേണേലും ചെയ്തോ, പക്ഷെ എന്റെ കട്ടിലിനെ ഒന്നും ചെയ്യരുത്. ഇവിടെ ഞാനിന്നുണ്ടല്ലോ. ഭാര്യയെ ചെറുതായി വഴക്കു പറഞ്ഞ ഭർത്താവിനെ ഭാര്യ ചായയിൽ ചെറുതായി വിഷം കലക്കി കൊന്നു. ചെറിയൊരു മരണോടെ. ചേട്ടാ, ചായ എടുക്കട്ടെ? അയ്യോ, എന്തിന്? സത്യം പറഞ്ഞാലേ നിനക്കല്ല മടി, എനിക്കാണ് മടി. നീ ഇന്നത്തോടെ മടി നിർത്തിക്കണം കേട്ടോ. കൊടുത്തിട്ടുണ്ട് കേട്ടാ. അയ്യോ, മോള് കേറി കിടന്നുറങ്ങ്. ഞെരിച്ചങ്ങ് കൊന്നാലോ. ചേട്ടാ, ഈ കാപ്പി കൊണ്ട് തരാം.